ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യകതയാണെന്ന ഓർമ്മപ്പെടുത്തലുമായി വീണ്ടുമൊരു മനുഷ്യാവകാശ ദിനം കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ശക്തമായ മനുഷ്യാവകാശ രേഖകളിൽ ഒന്നാണ് നമ്മുടെ ഭരണഘടന. മനുഷ്യാവകാശങ്ങൾ എന്നത് നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പൊതുമൂല്യമാണ്. ഈ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായി എല്ലാ വർഷവും ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ആചരിച്ചുവരുന്നു. മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യകത എന്ന പ്രമേയവുമായി ഈ വർഷത്തെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനവും കടന്നുപോയി. ജനങ്ങളെയും ഭരണാധികാരികളെയും മനുഷ്യാവകാശങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ ഈ അവകാശങ്ങൾ എത്ര വലിയ പങ്കു വഹിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഇത്തവണത്തെ പ്രമേയം. 1948 ഡിസംബർ 10 UN പൊതുസഭ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് 1950 മുതൽ എല്ലാ വർഷവും ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു വരുന്നത്. 1993 സെപ്റ്റംബറിലാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കിയത്. തുടർന്ന് 1993 ഒക്ടോബറിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായി. സംസ്ഥാനങ്ങൾക്ക് കീഴിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുകയാണ് കമ്മീഷന്റെ ചുമതല. ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായിരുന്നു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക മാത്രമല്ല ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമായിരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും നീതി എന്നത് രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും ജന്മാവകാശമായി തുടരണമെന്നും മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കൽ പൊതുസേവനങ്ങളും എല്ലാവർക്കും അന്തസ്സും എന്ന വിഷയത്തിൽ നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ രാഷ്ട്രപതി പറഞ്ഞു. Human rights promote social democracy. Human rights encompass the right to live without fear, to learn without barriers, to work without exploitation, and to age with dignity. നമ്മുടെ വീടുകളിലും ജോലിസ്ഥലത്തും സൈബർ ഇടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഉൾപ്പെടെ എല്ലായിടങ്ങളിലും ഓരോ പൌരനും എല്ലായ്പ്പോഴും ലഭിക്കേണ്ട അടിസ്ഥാന ആവശ്യങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. മറ്റുള്ളവരെ ബഹുമാനത്തോടെ പരിഗണിക്കുക, അനീതിക്കെതിരെ സംസാരിക്കുക, അവഗണിക്കപ്പെടുന്നവരുടെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക തുടങ്ങിയവയിൽ സമൂഹവും പ്രസ്ഥാനങ്ങളും രാഷ്ട്രങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യാവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഷോർട്ട് ഫിലിം മത്സരങ്ങൾ, കല, ഫോട്ടോഗ്രാഫി പ്രദർശനങ്ങൾ, സെമിനാറുകൾ, ചർച്ചകൾ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിലും ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വിവിധ മത്സരങ്ങൾ നടന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇന്നലെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മനുഷ്യാവകാശ ബോധവൽക്കരണ പ്രഭാഷണ പരിപാടി നടത്തി. ദൈനംദിന ജീവിതത്തിൽ മനുഷ്യാവകാശങ്ങൾ എത്രമാത്രം പ്രസക്തമാണെന്ന് വിശദീകരിക്കുകയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ഒരു മനുഷ്യന്റെ ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് ഇവയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം മനുഷ്യാവകാശമാണ് എന്നുള്ളതാണ്. ആ അവകാശം നിയമപരമായി നേടിയെടുക്കാൻ ഒരുപാട് സമരങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യാവകാശ സംരക്ഷണം വേണ്ടി തന്നെയാണ്. ഇവിടെയുള്ള സംവിധാനങ്ങൾ, ഭരണകൂടങ്ങൾ, കോടതികൾ, പോലീസ് സംവിധാനങ്ങൾ എല്ലാം ഈ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ജോലിക്ക് അർഹമായ കൂലി ലഭിക്കാനുള്ള അവകാശം, നല്ല ചികിത്സ കിട്ടാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കാൻ എപ്രകാരമാണോ പ്രാണവായുവിന്റെ ആവശ്യം, അതേപോലെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ അത്യന്താപേക്ഷിതമായ അവകാശമാണ് അവന്റെ മനുഷ്യാവകാശം. അതില്ലാതെ പോയാൽ മനുഷ്യൻ അസ്വസ്ഥമാവുകയും ആ സമൂഹം മനുഷ്യന് പാർക്കാൻ പറ്റാത്തകമായി മാറുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയം തന്നെ. ഇത്രയും വലിയ നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും സങ്കലിതമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന നാടായിട്ടും ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്നും കടന്നുകൊണ്ടിരിക്കുക. മറ്റുള്ളവന്റെ മനുഷ്യാവകാശത്തെ മാനിക്കുക എന്നത് ഒരു ജീവിത ദൗത്യമായി എടുക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുക. അങ്ങനെ മനുഷ്യാവകാശ സംരക്ഷണം എന്നത് ഈ സമൂഹത്തിലെ മുഴുവൻ വ്യക്തികളുടെയും ഒരു ദൗത്യമായി ഏറ്റെടുക്കുമ്പോൾ
മാത്രമാണ് യഥാർത്ഥ മനുഷ്യാവകാശ സംരക്ഷണം നടക്കുന്നത് സമൂഹമായി നമുക്ക് വളരാൻ സാധിക്കൂ എന്നതാണ് എൻ്റെ ചിന്ത. ജാതി, മത, വംശ, ലിംഗ, ഭാഷാ വ്യത്യാസങ്ങൾക്കിടയിലും നമ്മെ ഒന്നിപ്പിക്കുന്ന പൊതു അടിത്തറയാണ് മനുഷ്യാവകാശങ്ങൾ. തൊഴിലെന്നത് നമ്മുടെ നിത്യജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. തൊഴിലിടങ്ങളിൽ ലഭിക്കേണ്ട തുല്യവേതനം, സുരക്ഷിതമായ അന്തരീക്ഷം, വിവേചനമില്ലാത്ത പെരുമാറ്റം ഇതെല്ലാം മനുഷ്യാവകാശമാണ്. രാജ്യം പുരോഗതിയിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും വിവിധ തലങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വാർത്തകളിൽ നിറയുന്നു എന്നത് സങ്കടകരമാണ്. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീകൾക്ക് നിർഭയമായി ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത് തൊഴിലുടമയുടെ ഔദാര്യമല്ല, മറിച്ച് സ്ത്രീയുടെ അവകാശമാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി. 1990 സ്ത്രീകളുടെ അവകാശങ്ങൾ പരിരക്ഷിക്കാനും അവകാശ നിഷേധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലിടപെടുന്നതിനും വനിതാ കമ്മീഷൻ ആക്ട് രൂപപ്പെടുത്തിയിട്ടുള്ളത്. 1996 കേരളത്തിൽ പ്രഥമ വനിതാ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അവകാശ നിഷേധങ്ങൾ, സ്ത്രീകളോട് കാട്ടുന്ന ക്രൂരതകൾ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾ, ഇതിലെല്ലാം ഇടപെടാനും അവകാശങ്ങളുടെ പരിരക്ഷയ്ക്കു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കാനും സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കാനുമാണ് വനിതാ കമ്മീഷൻ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ജീവിക്കാനുള്ള അവകാശം ഓരോ മനുഷ്യനുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഭരണഘടന നിലനിൽക്കുമ്പോഴും അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം സ്ത്രീകൾക്കുണ്ട് എന്ന് കാണുന്നതിന് നമ്മുടെ സാമൂഹ്യ വീക്ഷണം പലപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ള വസ്തുതയുണ്ട്. ഇന്നും സാർവദേശീയ തലത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് ഇനിയും 236 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് സ്ത്രീ പുരുഷ സമത്വം കൈവരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഗാർഹിക ചുറ്റുപാടുകളിലും തൊഴിലിടങ്ങളിലും പൊതു ഇടങ്ങളിലും യാത്രാവേളകളിലുമെല്ലാം സ്ത്രീകളോട് കാട്ടുന്ന അതിക്രമങ്ങൾ, അവഹേളനങ്ങൾ ഒക്കെ വർദ്ധിച്ചു വന്നിട്ടുള്ള ഒരു സാഹചര്യം നാം വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് സ്ത്രീകൾക്ക് പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് പാസാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറവും ഈ നിയമങ്ങളൊന്നും തന്നെ യഥാവിധി നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല എന്ന് വനിതാ കമ്മീഷന് മുമ്പാകെ എത്തുന്ന പരാതികളിലൂടെ മനസ്സിലാക്കുകയാണ്. ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകാൻ ഇടവരുന്ന ഗോത്രവർഗ മേഖലയിൽ, അതുപോലെ തന്നെ തീരദേശ മേഖലയിലൊക്കെയുള്ള സ്ത്രീകളുടെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അത്തരം ഇടങ്ങളിൽ വനിതാ കമ്മീഷൻ പബ്ലിക് ഹിയറിംഗുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്ന് തൊഴിലിടങ്ങളിലേക്ക്, വ്യത്യസ്ത തൊഴിൽ മേഖലകളിലേക്ക് ധാരാളം സ്ത്രീകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഓരോ തൊഴിൽ മേഖലയിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് തുറന്നു പറയുന്നതിന് വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കി കൊടുത്തുകൊണ്ടാണ് പബ്ലിക് ഹിയറിംഗ് എന്നുള്ള പരിപാടി വനിതാ കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ഈ ഹിയറിംഗുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിലെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ ഇതിനകം സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. നിയമനിർമ്മാണ വേദികളിൽ, തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വേദികളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ നമുക്ക് ഇനിയും നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കുട്ടികളുടെയും വയോജനങ്ങളുടെയും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. പ്രായമായവരെ ഒറ്റപ്പെടുത്തുന്നതും അവർക്ക് സംരക്ഷണം നൽകാതിരിക്കുന്നതും തെറ്റായ പ്രവണതയാണ്. വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന വയോജന കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. 60 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരുടെ കഴിവുകൾ സമൂഹത്തിനായി ഉപയോഗപ്പെടുത്തുവാനുമുള്ള പ്രവർത്തനങ്ങളും കമ്മീഷൻ ലക്ഷ്യമിടുന്നു. കുട്ടികൾക്കുള്ള അവകാശങ്ങൾ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലാണ്. നല്ല ആഹാരം ലഭിക്കാതിരിക്കൽ, വിദ്യാഭ്യാസ സൌകര്യങ്ങളുടെ അപര്യാപ്തത, ആവശ്യമായ സംരക്ഷണവും ലാളനയും ലഭിക്കാതിരിക്കൽ, ശാരീരികവും ലൈംഗികവുമായ പീഡനങ്ങൾ, ബാലവേല, ബാലഭിക്ഷാടനം, ശൈശവ വിവാഹം എന്നിവയെല്ലാം കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കുന്നവയാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ വാർത്താതരംഗിണിയോട്. മനുഷ്യാവകാശങ്ങൾ എല്ലായ്പ്പോഴും മനുഷ്യന് ജീവശ്വാസം പോലെ ഏറ്റവും ആവശ്യമാണ്. അത് കുട്ടികളുടെ കാര്യത്തിലാവുമ്പോൾ സാധാരണഗതിയിലുള്ള അവകാശങ്ങൾക്കും അപ്പുറം ലോകമാകെ അനുവദിച്ചു തന്നിട്ടുള്ള അതിജീവനമെന്ന അവകാശവും, സംരക്ഷണമെന്ന അവകാശവും, ഉന്നമനമെന്ന അവകാശവും, പങ്കാളിത്തമെന്ന അവകാശവും കൂടെ ചേർത്ത് വയ്ക്കണം. കുട്ടികളെന്ന നിലയിൽ
അവർക്ക് ഈ ലോകത്തേക്ക്, ഈ സമൂഹത്തോടൊപ്പം വളർന്ന് വലുതായി അവന്റെ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറണമെങ്കിൽ അവന് നല്ല ഭക്ഷണമുണ്ടാവണം, പാർപ്പിടമുണ്ടാവണം. എല്ലാ അർത്ഥത്തിലും അതിജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സമൂഹവും സർക്കാരും നൽകണം. അതോടൊപ്പം തന്നെ അവന്റെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കാവശ്യമായ വിദ്യാഭ്യാസവും കലാപ്രവർത്തനത്തിലുള്ള പങ്കെടുക്കാനുള്ള അവകാശവും നൽകണം. ഈ അവകാശങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും അവന് സുരക്ഷിതവും സംരക്ഷിതവുമായ ഒരു സാമൂഹിക അന്തരീക്ഷം കുട്ടിക്കുണ്ടാവുകയും വേണം. സാധാരണ മനുഷ്യരെക്കാൾ 10 മടങ്ങ് ശ്രദ്ധയും സംരക്ഷണവും അവർക്ക് നൽകിയാൽ മാത്രമേ അവൻ വരും തലമുറയ്ക്ക് അവ പകർന്നു നൽകുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അവരുടെ മൗലികാവകാശങ്ങളും മൗലികമായ കടമകളും സ്വാതന്ത്ര്യവും എല്ലാം പഠിച്ച് വളർന്നു വലുതാവട്ടെ, അവരുടെ സ്വപ്നങ്ങളിലേക്ക് നടക്കട്ടെ. അതിനാവശ്യമായ കൂട്ടായ പ്രവർത്തനം നമ്മുടെ സമൂഹം ചെയ്യണം. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കാത്തതും മാലിന്യമിടാതിരിക്കുന്നതും നമ്മുടെ കടമയും മറ്റൊരാളുടെ അവകാശത്തെ സംരക്ഷിക്കലുമാണെന്ന് തിരിച്ചറിയേണ്ടതും പ്രധാനമാണ്. ശുദ്ധമായ വായു ശ്വസിക്കാനുള്ള അവകാശം, മലിനമല്ലാത്ത വെള്ളം കുടിക്കാനുള്ള അവകാശം എന്നിവയെല്ലാം മനുഷ്യാവകാശമാണ്. ഡിജിറ്റൽ ലോകത്തും മനുഷ്യാവകാശത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ സുരക്ഷ എന്നത് വെല്ലുവിളിയായി മാറുന്നു. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരുടെ സ്വകാര്യതയും സുരക്ഷയും മനുഷ്യാവകാശത്തിന്റെ പരിധിയിൽപ്പെടുന്നു. ഒരാളെ സൈബർ ഇടത്ത് അപമാനിക്കുന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള അയാളുടെ അവകാശത്തെ ഇല്ലാതാക്കുന്നു. അതിനാൽ സൈബർ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ സ്ത്രീകൾ ഉൾപ്പെടെ മുന്നോട്ടു വരേണ്ടത് അത്യാവശ്യമാണ്. ഡിജിറ്റൽ ലോകത്തെ അവകാശങ്ങളെക്കുറിച്ചും ഡാറ്റ സുരക്ഷയെക്കുറിച്ചും ഉപയോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ടതും പ്രധാനമാണ്. രാജ്യത്തെ പ്രഥമ വനിതാ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്ററും സംരംഭകയുമായ പട്ടത്തിൽ ധന്യ മേനോൻ പറയുന്നത് ശ്രദ്ധിക്കാം. മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വിച്ച് ഇസ് ഗിവൺ ടു അസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മുടെ റൈറ്റ്സ് ആണ്. അത് സൈബർ സ്പേസിലും ഉണ്ട്. ആ സൈബർ സ്പേസിൽ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ആദ്യത്തെ ചുമതല നമുക്കാണ്. ബാധ്യത തീർച്ചയായിട്ടും സർക്കാരിനോ അല്ലെങ്കിൽ ഗവർണൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനും ഉണ്ട്. അതിന് നമ്മളും കുറേയൊക്കെ സഹായിക്കണം എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. സൈബർ സുരക്ഷ എങ്ങനെ ഉറപ്പുവരുത്താം എന്നുള്ളതിന്റെ ഒരൊറ്റ വാക്ക് ഈ മേഖലയെക്കുറിച്ച് അറിഞ്ഞ് പെരുമാറുക, പഠിക്കുക എന്നുള്ളതാണ്. കാരണം ടെക്നോളജി എന്ന് പറയുന്നത് ഡെവലപ്സ് എവറി ഡേ. ഇപ്പൊ AI വരുന്നു, ഫേക്ക് വീഡിയോസിന്റെ ഒരു കാലഘട്ടം ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്രൈം എന്ന് പറയുന്നതിന്റെ ഒരു സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജിക്ക് മാറ്റമില്ല. എങ്ങനെ വേറൊരാളെ പറ്റിച്ച് അയാളുടെ കയ്യിൽ നിന്ന് ഉള്ള പണമോ അല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റുകളോ എങ്ങനെ ഈ ക്രിമിനലിന്റെ കയ്യിലാക്കാം എന്നുള്ളതിന്റെ ഒരൊറ്റ സ്റ്റോറി ബോർഡാണ് അവർക്ക്. പക്ഷെ അതിനെ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ മാത്രമാണ് മാറി 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 വരുന്നത്. അപ്പൊ അതേ സാങ്കേതിക വിദ്യ നമ്മളും ഉപയോഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് അവബോധരായിരിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സൈബർ സുരക്ഷ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് അസ്. ഉപഭോക്താക്കളുടെ കയ്യിലാണ് ഇതിന്റെ തുടക്കം എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ഉപഭോക്താവും അത് വളരെ കൃത്യമായിട്ട് പഠിച്ച് അവബോധത്തോടു കൂടി പെരുമാറണം. വീടുകളിലും ഡേ കെയർ സെന്ററുകളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിരത്തുകളിലും ഭക്ഷണശാലകളിലും വൃദ്ധമന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലും ഉൾപ്പെടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ട്. മനുഷ്യാവകാശങ്ങൾ എന്നത് ഒരു സമ്മാനമല്ല, മറിച്ച് നാം ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന അന്തസ്സാണ് എന്ന് ഓരോ മനുഷ്യാവകാശ ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വകാര്യത, മതവിശ്വാസം, അഭിപ്രായ പ്രകടനം എന്നിവയ്ക്കുള്ള സംരക്ഷണം, വീട്, ഭക്ഷണം, വസ്ത്രം എന്നിവയോടുകൂടിയ ജീവിതം, വാർദ്ധക്യം, വൈധവ്യം, ശാരീരിക ബലഹീനതകൾ തുടങ്ങിയ അവസ്ഥകളിൽ ലഭിക്കേണ്ട സംരക്ഷണം, നിയമത്തിനു മുന്നിലുള്ള സംരക്ഷണം, ഇവയെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മനുഷ്യാവകാശങ്ങളായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ആശുപത്രികളിൽ, ഹോസ്റ്റലുകളിൽ, സീബ്ര ക്രോസിംഗുകളിൽ ഒക്കെയും ജനങ്ങളുടെ അവകാശങ്ങൾ പല രീതിയിൽ ലംഘിക്കപ്പെടുന്നുണ്ട്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമല്ല. മനുഷ്യാവകാശങ്ങൾ എന്നത് ഒരു സമ്മാനമല്ല, മറിച്ച് നാം ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന അന്തസ്സാണ് എന്ന് ഓരോ മനുഷ്യാവകാശ ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ ഒരു സമൂഹത്തിന് സമത്വത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ടു പോകാൻ കഴിയൂ. അതിനാൽ ഈ വിലപ്പെട്ട അവകാശങ്ങൾ നിലനിർത്താനും സംരക്ഷിക്കാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി
തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.